അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂജഹൽ ഒരു തവണ പറഞ്ഞു, ഇന്നി ലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു ബിമാ ജിഇത ബിഹി. നബിയെ, അങ്ങയെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വലാകിൻ നുകദ്ദിബു ബിമാ ജിഇത ബിഹി, അങ്ങ് കൊണ്ടുവന്നതിനെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത്, പരിശുദ്ധമായ ഖുർആനിനെ. കാരണം അവർക്ക് മുത്തുനബിയെ നിഷേധിക്കാൻ മുത്തുനബിയിൽ അങ്ങനെ ഒരു സ്വഭാവമില്ല. അത്രത്തോളം ഏത് ശത്രുക്കളോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് മുത്തുനബിക്കുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും തന്നെ ശത്രുക്കൾക്ക് പോലും മുത്തുനബിയെ വെറുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്വഭാവം പോലും മുത്തുനബിക്കില്ല. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. ഇത് സൂറത്തുൻ അൻആമിൽ നമുക്ക് കാണാം. ഫഇന്നഹും ലാ നുകദ്ദിബൂനക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയെ, അങ്ങയെ അവർ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അപ്പോൾ മുത്തുനബി ശത്രുക്കൾക്കും ആർക്കും എല്ലാവർക്കും സ്നേഹമുള്ള ഒരു നേതാവ്. ഇതായിരിക്കണം ഒരു നേതാവിൻ്റെ ഗുണം എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അള്ളാഹു നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.